ഭൂമി അതിങ്ങനെ അല്പാൽപമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നതിനെ അവർ കാണുന്നില്ലയോ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, സത്യത്തിൽ ഭൂമി ചുരുങ്ങണമെന്നില്ലല്ലോ. ഭൂമി ചുരുങ്ങുന്നത് അവർ കാണുന്നില്ലയോ എന്ന് ചോദിച്ചാൽ, ഭൂമി ഇപ്പൊ വർഷക്കാലായാലും മഴയൊക്കെ പെയ്താല് കടലോര മേഖലയിലുള്ള ആളുകളൊക്കെ പറയും, ഇടിഞ്ഞുപോയി, ഭൂമി ഇടിഞ്ഞുപോയി, കടല് കയറി, വെള്ളം കയറി എന്നൊക്കെ പറയും. വെള്ളം കയറിയിട്ട് കടലിക്ക് കൂടിയാലും ഈ സ്ഥലം അവിടെ ഉണ്ടല്ലോ, പോണൊന്നുമില്ലല്ലോ. പിന്നെന്താണ് ഭൂമി ചുരുങ്ങുക പറഞ്ഞാല്? ഭൂമി ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ നിലവാരം ചുരുങ്ങലാണ്. ഐ മൗത്തുൽ ഉലമാഇ വസ്സുലാ, ആലിമീങ്ങളും സ്വാലിഹീങ്ങളും മരണപ്പെടലാകുന്നു ഭൂമിയുടെ ചുരുക്കം എന്ന് പറയുന്നത്. അബ്ദുല്ലാഹിൽ യാഫി റളിയല്ലാഹു അൻഹു ഭൂമിയോട് അഭിസംബോധനം ചെയ്തുകൊണ്ട് ഒരിക്കൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഭൂമിയോടൊരിക്കൽ ഞാൻ ചോദിച്ചു, ഭൂമി, നല്ല നല്ല മനുഷ്യന്മാരൊക്കെ നീ ആദ്യം പ്രസവിച്ചിരുന്നല്ലോ, ഇപ്പെന്താ നീ അങ്ങനെ നല്ല നല്ല മനുഷ്യന്മാരൊന്നും പ്രസവിക്കാത്തത് എന്ന് സയ്യിദുനാ അബ്ദുല്ലാഹിൽ യാഫി റളിയല്ലാഹു അൻഹു ഭൂമിയെ അഭിസംബോധനം ചെയ്തുകൊണ്ട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്. അതിന് ഭൂമി മറുപടി പറഞ്ഞതായി അദ്ദേഹം സങ്കല്പിക്കുന്നു, പണ്ടൊക്കെ അങ്ങനെയിരുന്നു, ഇപ്പോൾ ഞാൻ മച്ചിയായി പോയി, നല്ലതൊന്നും പ്രസവിക്കാൻ കഴിയുന്നില്ല എന്ന്. പോയത് തന്നെയാണ്, അതിനനുസരിച്ചൊന്ന് പകരം വരുന്നില്ല എന്നത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസവുമാണ്. അതുകൊണ്ട് വെളിയങ്കോട് ഒരു ഖാദിർ മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ട് ആളുണ്ടായിരുന്നു, നല്ലൊരു സ്വാലിഹായ ഒരു മനുഷ്യൻ. എന്റെ ഉമ്മ ഹോസ്പിറ്റലിൽ കടന്നിയ സമയത്ത് മൂപ്പര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒഴിവുള്ള സമയത്ത് മൂപ്പരടുത്ത് പോകും. അപ്പൊ എന്തേലൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, നമ്മൾ ഈ ദീർഘായുസിന് ദ്വാരക്കണ ഇപ്പൊ എന്തിനൊക്കെയാന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നമ്മളേതായാലും ഈമാനുള്ള ആൾക്കാരാണല്ലോ, ഈമാനുള്ള ഒരു മനുഷ്യൻ കുറച്ചു കാലം കൂടിയും ഭൂമിയിൽ കിടക്കുകയാണെങ്കിൽ ആ കാലം കൂടിയും ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പാവൂലേ? അതിനെന്നെ ദീർഘായുസ് ചോദിക്കണത്. വേറെ ആവശ്യങ്ങളുണ്ട്, അതൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ് എന്ന് പറഞ്ഞു. ആദ്യ കാലത്തെ ആളുകൾക്കുള്ള ഈമാൻ പിൻകാലക്കാർക്കുണ്ടാവുന്നില്ല. ഇന്നത്തെ ഈമാൻ നാളല്ല. അവസാന കാലഘട്ടത്തിലെ മൂമിന് വല്യാപ്പ സിറ്റൗട്ടിൽ ചാരുകസേലയിൽ ഒഴിഞ്ഞിരുന്നപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് ഓർക്കുന്ന പേരക്കുട്ടിയായിരിക്കുമെന്നാണ്. അങ്ങനെ ഈമാൻ ഇങ്ങനെ പോകും. ഈമാനനുസരിച്ച് അമലിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പോണതിനനുസരിച്ചുള്ളത് വരുന്നില്ല എന്നുള്ളത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രയാസമാണ്. അതുകൊണ്ട് മുൻഗാമികളായ ആളുകളുടെ താരീഖ് പഠിക്കുന്നത് നമ്മൾ എവിടെയും എത്തുന്നില്ലല്ലോ റബ്ബേ എന്ന് മനസ്സിലാവാനാണ്. അത് വലിയൊരു മനസ്സിലാവൽ തന്നെയാണ്. ഓസുല്ലാദവിനെ പഠിച്ചാൽ മനസ്സിലാവും. 4 അബ്ബാസിയ ഭരണാധികാരികൾക്ക് മതകാര്യങ്ങളിൽ ഉപദേശം നൽകുക കൂടി ചെയ്തിരുന്ന ഔസുല്ലാദം വലിയ വലിയ പ്രഭാഷണങ്ങൾ നടത്തും. അക്കാലത്ത് 5000 ആളുകളൊക്കെ ഔസുല്ലാദമിന്റെ പ്രസംഗം കേൾക്കാൻ ഒരുമിച്ച് കൂടും. ചില ചരിത്രകാരന്മാർ 50,000 എന്നും പറഞ്ഞിട്ടുണ്ട്. വയത് കഴിഞ്ഞതിന് ശേഷം സദസ്സിൽ ഒരു തൗബ ചൊല്ലിക്കൊടുക്കും എല്ലാവർക്കും എന്നാണ്. ആ തൗബ ചൊല്ലിയിട്ട്, തൗബ കേട്ട് അത് ചൊല്ലിയിട്ട് സദസ്സിൽ വെച്ച് തന്നെ മരിക്കുന്ന ധാരാളം ആളുകൾ. ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം മരിക്കുന്നതിന് മുമ്പ് മനസ്സറിഞ്ഞ് തൗബ ചെയ്യാൻ അവസരം കൊടുക്കലാണ്. 2 ഭാഗ്യങ്ങൾ അള്ളാഹു ഏത് മനുഷ്യനും കൊടുക്കും. 2 ഭാഗ്യങ്ങളാണ് അള്ളാഹു മനുഷ്യന് കൊടുക്കുന്ന ഭാഗ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന്, മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിക്കുകയാണെന്ന് മനസ്സിലാവുക. ഇതെന്റെ മരണത്തിന്റെ ലക്ഷണങ്ങളാണ്, ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന് മരിക്കുന്നതിന് മുമ്പ് ഒരാൾക്ക് മനസ്സിലാകുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. വേറെ ഒന്ന്, മരിക്കുന്നതിന് മുമ്പ് മനസ്സറിഞ്ഞ് തൗബ ചെയ്യാൻ ഒരാൾക്ക് അവസരം വന്നു ചേരുക. അതുകൊണ്ട് നമ്മള് പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാക്കണേ അള്ളാന്ന് ദ്വാരക്കണേ. സംഗതി വണ്ടിന്റെ ഓട്ട് വെട്ടിങ്ങാണ്ട് അപ്പൊ തന്നെ മരിച്ചാൽ ഷഹീദിന്റെ കൂലിട്ടും. പക്ഷെ അതിന് നമ്മളാരും ദ്വാരക്കൂല. എന്താ കാരണം? പെട്ടെന്നുള്ള മരണങ്ങളിൽ തൗബക്ക് അവസരം നഷ്ടപ്പെടുമെന്നതാണ്. കുറച്ച് അസുഖത്തിലൊക്കെ കടന്ന്, കുറച്ച് എണ്ണത്തിലൊക്കെ കടന്ന് ഞാനിപ്പോ നീശ നടക്കൂല എന്നൊക്കെ ഒന്ന് മനസ്സിലായി അങ്ങനെ മരിക്കുക. അത് അല്ലാഹു തആല ഒരു മനുഷ്യന് കൊടുക്കുന്ന ഒരു ഭാഗ്യാണ്. മരിക്കുന്നതിന്റെ മുമ്പ് ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാവുക. മരണത്തിന് മുമ്പ് മനസ്സറിഞ്ഞ് തൗബ ചെയ്യാനുള്ള അവസരം ഉണ്ടാവുക. അപ്പൊ ഗൗസുൽ ആദം സുൽത്താൻ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അങ്ങനെയാണ്.
അതുകൊണ്ട് സാലിഹീങ്ങളായ ആളുകളുടെ താരീഖിനെ പഠിക്കണം, അത് പറയണം, അത് കേൾക്കണം. സാലിഹീങ്ങളെ പറയലും ഇബാദത്താണ്, സാലിഹീങ്ങളെ കേൾക്കലും ഇബാദത്താണ്. കുറെ കേൾക്കുമ്പോ നമ്മക്ക് അതുപോലെ ആവാൻ വേണ്ടി തോന്നും. അതന്നെ കാര്യം. അതുകൊണ്ട് പ്രാദേശികമായും നമ്മളെ അറിവിൽപ്പെട്ടവരായും മുൻഗാമികളും എല്ലാവരും മക്കൾക്കൊക്കെ വാപ്പാനെ പറ്റി പറഞ്ഞു കൊടുക്കണം എന്നാണ്. അതെന്താ? വാപ്പാരെ പറ്റി പറഞ്ഞാൽ എങ്ങനെയായാലും സ്വാലിഹിനെ പറ്റി പറയലേ ആവുള്ളൂ, കാരണം വാപ്പ സ്വാലിഹായിരിക്കും. വല്ലിപ്പാനെ പറ്റി പറഞ്ഞു കൊടുക്കണം, വല്ലിപ്പാന്റെ വാപ്പാനെ പറ്റി പറഞ്ഞു കൊടുക്കണം. അതെല്ലാം സ്വാലിഹീങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കലാകും. അതുകൊണ്ട് അങ്ങനെയുള്ള താരീഖുകളൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് അവർ അതിനനുസരിച്ച് നന്നായി വരിക. മൗഇദത്ത് വഅദ് എന്ന് പറഞ്ഞാൽ തന്നെ വഅദിന്റെ നിർവചനത്തിൽ പറയുന്നുണ്ട്, വഅദ് എന്ന് പറഞ്ഞാൽ സാലിഹീങ്ങളുടെ താരീഖുകൾ പറഞ്ഞുകൊണ്ട് നന്മയെ ഓർമ്മപ്പെടുത്തുന്നതിനാണ് വഅദ് എന്ന് പറയാ. പ്രഭാഷണം എന്നുള്ളതിന് അറബിയിൽ കുറെ വാക്കുണ്ട്. നസീഹത്ത്, ദഅവത്ത്, ഇർഷാദ്, ഇസ്ലാഹ്, തഅലീം ഒക്കെ ഉപദേശങ്ങളാണ്. അതിൽ വഅദ് എന്ന് പറഞ്ഞാൽ മനാഖിബുകൾ, സ്വാലിഹീങ്ങളുടെ താരീഖുകൾ പറഞ്ഞിട്ട് നന്മയെ ഓർമ്മപ്പെടുത്തുന്നതിനാണ്. പണ്ടൊക്കെ നമ്മളെ നാട്ടില് വിദൂര നാടുകളിലൊക്കെ വഅദ് ഉണ്ടാവും. അപ്പൊ ചൂട്ടൊക്കെ കെട്ടിയിട്ട് ആൾക്കാർ വഅദിന് പോകും. പോകാൻ കഴിയാത്തവര് പോയി വന്നവരോട് ചോദിക്കും, ഇന്നലെ എന്ത് ചരിത്രേ പറഞ്ഞത് എന്ന് ചോദിക്കും. വഅദിൽ താരീഖ് ഉണ്ടായിരിക്കണം എന്നതാണ്. പൂർവികന്മാരായ ആളുകളുടെ താരീഖുകൾ പറഞ്ഞുകൊണ്ട് നന്മയെ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് നമുക്ക് അറിയുന്ന ആൾക്കാരെ താരീഖൊക്കെ നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നല്ല മനുഷ്യന്മാരെ താരീഖ്, മമ്പർത്ത തങ്ങളെ താരീഖ്, മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ, റിഫായിൻ ഷെയ്ഖിന്റെ ഒക്കെ താരീഖുകൾ അറിയുന്നത് അറിയാത്തത് പഠിച്ചുണ്ടാക്കിയിട്ട് പറയണം. അവരുടെയൊക്കെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു ഒരിക്കൽ വീടിന്റെ മുമ്പിൽ നിന്നൊരൽപ്പം മണ്ണെടുത്തിട്ട് ആ മണ്ണിങ്ങനെ ചുംബിച്ചു. കണ്ടു നിന്ന ആളുകൾ ചോദിച്ചു, മഹാനവറുകളെ, വീടിന്റെ മുമ്പിൽ നിന്നുള്ള ചളിമണ്ണെടുത്തിട്ട് എന്താ മുത്തുന്നത് എന്ന് ചോദിച്ചോ. പറഞ്ഞു, ഞാൻ വീടിന്റെ മുന്നിലെ മണ്ണല്ല മുത്തിയത് പറഞ്ഞു. അപ്പൊ ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ ഇവിടെ നിൽക്കണേ ഞങ്ങൾ കണ്ടല്ലോ പറഞ്ഞു. കണ്ടത് ശരിയായിക്കാരം, പക്ഷെ ഞാൻ അടുത്ത് വീട്ടിന്റെ മുമ്പിലെ മണ്ണല്ല, ഞാൻ എടുത്തത് ഇവിടുന്ന് ഞാനൊരു മണ്ണെടുത്തില്ലേ, ആ മണ്ണ് അതിന്റെ അപ്പുറത്തെ മണ്ണും അങ്ങനെ തട്ടി നിൽക്കുന്ന ഒരു മണ്ണായിരുന്നു. അത് അതിന്റെ അപ്പുറത്തെ മണ്ണുമ്മ തട്ടിയിട്ട്, അത് അതിന്റെ അപ്പുറത്തെ മണ്ണുമ്മ തട്ടിയിട്ട്, ഇങ്ങനെ കുറയാണ്ട് പോയാല് ഈ മണ്ണിന്റെ ഒരു തല മദീനത്തെ മണ്ണുമ്മ തട്ടിയിട്ടാ നിൽക്കുന്നത്. മദീനത്തെ മണ്ണെന്റെ ഹബീബിന്റെ ശരീരത്തിൽ തട്ടി നിൽക്കുകയാണ്. എന്റെ ഹബീബിന്റെ ശരീരത്തിൽ തട്ടി നിൽക്കുന്ന ഒരു മണ്ണിന്റെ ഇങ്ങേ തലക്കലാണ് ഞാൻ ചുംബിച്ചത് എന്ന് സയ്യിദുനാ അഹ്മദ് അൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ പറഞ്ഞിട്ടുള്ളതായിട്ട് കാണാം. അതുകൊണ്ട് സാലിഹീങ്ങളുടെ താരീഖുകൾ പഠിക്കുകയും പറയുകയും അറിയുകയും ചെയ്തുകൊണ്ട് അവരെ പോലെ ആവാൻ വേണ്ടി പരിശ്രമിക്കലാണ്